ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്കത് സേഫ് ആയിട്ട് കടന്നു പോകാൻ നമ്മളിപ്പോൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മൈനർ ആക്സിഡന്റ് മാർക്കിംഗ് കാണാം. ഇതിനകത്ത് ലെഫ്റ്റിൽ ലൈനുണ്ട്. നമ്മൾ ലെഫ്റ്റിലെ ലൈനിൽ സ്പീഡ് കുറവാണ്. ഇനി റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്നുള്ളത് നോക്കുക. ഹലോ എവരിവൺ, ഇറ്റ്സ് മീ ടെൽമി TV. വെൽക്കം ബാക്ക് ടു ടെൽമീസ് ഡയറി. നാട്ടിൽ നിന്ന് യു കെയിലേക്ക് വരുമ്പോൾ ഇവിടെ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളിൽ ഒന്നാണ് യു കെയിൽ വണ്ടി ഓടിക്കുക അല്ലെങ്കിൽ യു കെയിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക എന്നുള്ളത്. ഇപ്പോൾ നാട്ടിൽ നന്നായിട്ട് വണ്ടി ഓടിക്കുന്ന ഒരാൾക്ക് ഇവിടെ യു കെയിൽ വന്നിട്ട് വണ്ടി ഓടിക്കാൻ ലൈസൻസ് എടുക്കാൻ എളുപ്പമാണോ, അല്ലെങ്കിൽ ഇപ്പോൾ നാട്ടിൽ ഡ്രൈവിംഗ് ലൈസൻസ് വെച്ചിട്ട് യു കെയിൽ എത്ര നാൾ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും, ഈവൻ സ്റ്റുഡൻസ് അല്ലെങ്കിൽ വിസിറ്റിംഗ് വിസയിൽ വന്ന ആൾക്കാർക്ക് വല്ല റെസ്ട്രിക്ഷൻസോ നിബന്ധനകൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ, ഇതിനൊക്കെ പറ്റി സംസാരിക്കാനായിട്ട് യു കെയിലെ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറായിട്ട് വർക്ക് ചെയ്യുന്ന ജോൺസൺ ചേട്ടൻ നമ്മുടെ കൂടെയുണ്ട്. അപ്പോൾ ഇന്ന് യു കെയിലെ ഡ്രൈവിംഗ് ലൈസൻസിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ ഈ വ്ലോഗ്. ഹലോ ജോൺസൺ ചേട്ടാ, വെൽക്കം ടു ടെൽമീസ് ഡയറി. നിങ്ങളോട് ഞാൻ ഫസ്റ്റ് ഒരു കാര്യം ഷെയർ ചെയ്യട്ടെ. ഞാൻ യു കെയിലേക്ക് വരുമ്പോൾ ഞാൻ ഒരിക്കലും യു കെയിൽ കാർ ഓടിക്കുന്നു വിചാരിച്ച ഒരാളല്ല. കാരണം ഒന്നെങ്കിൽ ഡ്രൈവിംഗ് അത്ര ഇഷ്ടമുള്ള ഒരാളല്ല, പിന്നെ കുറച്ച് പേടിയുണ്ട്. പക്ഷേ യു കെയിൽ ഇപ്പം എനിക്ക് ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. അതിന് മെയിൻ കാരണക്കാരൻ ജോൺസൺ ഞാനാണ്. ജോൺസൺ എൻ്റെ ഒരു സാറാണ് ഡ്രൈവിംഗ് പഠിപ്പിച്ചത്. അതുപോലെ ഫസ്റ്റ് അറ്റംപ്റ്റ് തന്നെ എനിക്ക് കിട്ടുകയും ചെയ്തു. അതെല്ലാത്തിനും മെയിൻ റീസൺ എന്ന് പറയുന്നത് ജോൺസൺ ചേട്ടനാണ്. അപ്പം നമുക്ക് നിങ്ങൾക്ക് ജോൺസൺ ചേട്ടൻ്റെ നിന്ന് കിട്ടുന്ന ടിപ്സ് എല്ലാം തന്നെ മാക്സിമം യൂസ്ഫുൾ ആയിരിക്കും എനിക്ക് വിശ്വാസമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ വീഡിയോ ഫുൾ കാണുക. എല്ലാം യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫോർമേഷൻ ആയിരിക്കും നമ്മൾ ഇതിൽ ഷെയർ ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ ആയിട്ട്, നാട്ടിലൊരു ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾ ഇന്റർനാഷണൽ ലൈസൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്ന്. അപ്പോൾ ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഇവിടെ യു കെയിൽ ഡ്രൈവ് ചെയ്യാൻ പറ്റുമോ? ഇന്ത്യൻ ലൈസൻസ് ഉള്ള ആൾക്ക് ഇന്റർനാഷണൽ ലൈസൻസ് വേണമെന്ന് നിർബന്ധമില്ല. ഇന്റർനാഷണൽ ലൈസൻസ് വേണ്ട ഒരു കണ്ടീഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ലൈസൻസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണോ എങ്കിൽ ഇന്റർനാഷണൽ ലൈസൻസിന്റെ ആവശ്യമില്ല. നമ്മുടെ നാട്ടിലെ ഇംഗ്ലീഷ് ലൈസൻസ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷനിലാണ് വരുന്നത്. അപ്പൊ അതുകൊണ്ട് അത് വാലിഡ് ആയിട്ട് അവർക്ക് വായിക്കാൻ പറ്റുന്ന ഒരു കണ്ടീഷനാണ്. ഇന്റർനാഷണൽ ലൈസൻസിന്റെ ആവശ്യമില്ല. ഇന്ത്യൻ ലൈസൻസിലോട് വണ്ടി ഓടിക്കും. ഇതിപ്പോ നമുക്ക് എത്ര നാൾ വരെ ഇന്ത്യൻ ലൈസൻസ് വെച്ച് നമുക്ക് വണ്ടി ഓടിക്കാം ഇവിടെ? ഇന്ത്യൻ ലൈസൻസ് നമ്മൾ ഇവിടെ എന്നാണോ നമ്മൾ എൻ്റർ ആവുന്നത് ആ ഡേറ്റ് മുതൽ 365 ദിവസം, 366ാമത്തെ ദിവസം മുതൽ അത് ഇൻവാലിഡ് ആയിരിക്കും. അപ്പൊ ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾക്ക് ഇവിടെ ഇപ്പൊ പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടല്ലോ, അത് നമ്മൾ എടുക്കേണ്ടതുണ്ടോ? പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് ശരിക്കും പറയുകയാണെങ്കിൽ എടുക്കുന്നതിന്റെ ആവശ്യം നമ്മൾ ഇവിടുത്തെ ലൈസൻസ് എടുക്കേണ്ട ഒരു കണ്ടീഷനിലേക്ക് വരുമ്പോൾ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസിന്റെ ആവശ്യമുള്ളൂ. അതായത് ഇവിടെ വരുന്ന ആളുകൾ 6 മാസം കഴിഞ്ഞാൽ പ്രൊഫഷണൽ ലൈസൻസ് എടുക്കുകയായിരിക്കും ബെറ്റർ. ഓക്കെ, അപ്പൊ ഇവിടെ വരുന്ന ആൾക്ക് ഇപ്പോൾ ഒരു ഇവിടുത്തെ യു കെ ലൈസൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ 6 മാസം യു കെയിൽ സ്റ്റേ ചെയ്യണം. 185 ദിവസം. അതുകൊണ്ടാണ് ഇവിടെ വരുന്ന വിസിറ്റേഴ്സിന് നമുക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റും, പക്ഷേ ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. ഡ്രൈവ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻസ് ഇല്ല. കാരണം അവർക്കും ഈ പറയുന്ന രീതിയിലുള്ള ലൈസൻസുകൾ, ഇന്ത്യൻ ലൈസൻസ് ഇവിടെ ഈ കോമൺവെൽത്ത് കൺട്രീസിൽ വാലിഡ് ആയതുകൊണ്ട് ഇവിടെ ലൈസൻസ് വെച്ചിട്ട് വണ്ടി ഓടിക്കാം. പക്ഷേ അവർക്ക് ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. കാരണം 6 മാസത്തിനുള്ളിൽ തിരിച്ചു പോകേണ്ടതുകൊണ്ട് ലൈസൻസിന് ആപ്ലിക്കേഷൻ കൊടുക്കാൻ പറ്റില്ല. സ്റ്റുഡൻസിനൊന്നും നമുക്ക് ഡ്രൈവ് ചെയ്യുന്നതിന് റെസ്ട്രിക്ഷൻ ഇല്ല. ഏതൊരു ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾക്കും യു കെയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് 1 ഇയർ ഡ്രൈവ് ചെയ്യാം, വിസ വാലിഡ് ആണെങ്കിൽ അല്ലേ? നമുക്കിപ്പോ ു കെ ഡ്രൈവിംഗ് ഇന്ത്യൻ ഡ്രൈവിംഗ് തമ്മിൽ വല്ല ഡിഫറൻസ് ഉണ്ടോ? അപ്പൊ റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ഹാൻഡ് അങ്ങനെയോ? ഇല്ല, കോമൺവെൽത്ത് കൺട്രീസിൽ എല്ലാത്തിനകത്തും റൈറ്റ് ഹാൻഡ് ഡ്രൈവ് എന്ന് വെച്ചാൽ വലതുവശത്ത് വണ്ടിയുടെ വലതുവശത്ത് ഇരുന്ന് ഡ്രൈവ് ചെയ്യാം. ലെഫ്റ്റിലൂടെ വണ്ടി ഓടിക്കുന്നുള്ളത് തന്നെയാണ് ഇന്ത്യയിൽ ഓടിക്കുന്ന അതേ സിസ്റ്റം തന്നെയാണ് ഇവിടെ യു കെയിലും ചെയ്യുന്നത്. നാട്ടിൽ നിന്ന് ഇവിടെ യു കെയിൽ വരുന്ന ആൾക്കാർക്ക് ഒരു യു കെ ലൈസൻസ് കിട്ടാൻ എന്തൊക്കെ പ്രൊസീജിയേഴ്സ് ആണ് ചെയ്യേണ്ടത്? നാട്ടിൽ നിന്ന് വന്നവർ തന്നെയല്ല, യു കെയിലുള്ള ആൾക്കാരായാലും യു കെ ലൈസൻസ്. ശരി, ബേസിക്കലി വണ്ടി ഓടിക്കുന്നതെങ്കിൽ നമുക്ക് 17 വയസ്സ് കഴിഞ്ഞിരിക്കണം. അതാണ് ബേസിക് ആയിട്ടുള്ള ആദ്യത്തേത്. അത് കൂടാതെ നമ്മൾ ഡ്രൈവിംഗ് ടെസ്റ്റിന് പോകണമെങ്കിലും ഡ്രൈവ് ചെയ്യുന്നെങ്കിലും നമ്മളുടെ ഐസൈറ്റ് ഒരു 20 മീറ്റർ ദൂരെയുള്ള ഒരു വണ്ടിയുടെ നമ്പർ പ്ലേറ്റ് വായിക്കാനുള്ള ഒരു എബിലിറ്റി നമുക്കുണ്ടായിരിക്കണം. അതാണ് ഒരു മിനിമം ഐസൈറ്റ് റിക്വയർമെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടായിരിക്കും അത് ടെസ്റ്റിന് ചോദിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ അത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ നോക്കിയിട്ട് അത് ആവശ്യമെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ആപ്ലിക്കേഷനകത്ത് ആഡ് ചെയ്തായിരിക്കാം. രണ്ടാമത്തെ കാര്യം, ഇത് രണ്ടുമാണ് നമുക്ക് ബേസിക് ആയിട്ട് വേണ്ട കാര്യം. പിന്നെ ലീഗലായിരിക്കും നമ്മളിവിടെ നിൽക്കുന്ന കാര്യം. ഇത് രണ്ടുമാണ് നമുക്ക് മെയിൻ ആയിട്ട് വേണ്ടത്. പിന്നെ പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? നമുക്ക് ഓരോ സ്റ്റേജസ് ഉണ്ടല്ലോ, പ്രൊഫഷണൽ, തിയറി. ഇവിടെ വരുന്ന ഒരാള് ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് കൊടുക്കാവുന്ന ഡ്രൈവിംഗ് ടെസ്റ്റ് എടുക്കാവുന്ന 185 ദിവസമാണ്. പ്രൊഫഷണൽ ലൈസൻസ് വന്നതിന്റെ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എടുക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് ഡ്രൈവിംഗ് തിയറി ടെസ്റ്റ് നമുക്ക് പാസ്സാവാൻ സമയത്തിനുള്ളിൽ വേണമെങ്കിൽ. പക്ഷേ ഇവിടെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഫിസിക്കലായിട്ട് നമ്മുടെ ഡ്രൈവിംഗ് ടെസ്റ്റ് നമുക്കുണ്ടെങ്കിൽ 185 ദിവസം കഴിഞ്ഞിരിക്കണം. 6 മാസം കഴിഞ്ഞിട്ട്. ഈ പ്രൊഫഷണൽ ലൈസൻസ് നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? നമുക്ക് ഓൺലൈനിൽ അപ്ലൈ ചെയ്ത് ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുക്കാം. ഓൺലൈനിൽ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിനേക്കാൾ ബെറ്റർ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മൾ പോസ്റ്റ് ഓഫീസിൽ D1 എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ ഫോം ഉണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈനിൽ നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്താലും
DVLയിൽ നിന്ന് നമുക്ക് കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ നമുക്ക് തിരിച്ചു തന്നിട്ട് അതും നമ്മളുടെ ലീഗൽ ഡോക്യുമെൻറ്റ്, നമ്മളുടെ ഏതാണോ നമ്മുടെ ഇവിടെ സ്റ്റേ ചെയ്യുന്ന ഡോക്യുമെൻറ്റ്, അതായത് ഒരു ഫോട്ടോ ID കൂടി അയച്ചു കൊടുത്താൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടുള്ളൂ. പാസ്പോർട്ട് അല്ലെങ്കിൽ ഇവിടെ BRP കാർഡ്, സ്റ്റുഡൻസിനാണ് BRP കാർഡ്, അങ്ങനെയുള്ള ഡോക്യുമെന്റ്സ്, അതായത് ഒറിജിനൽ അയക്കണം. അവർ കോപ്പി അക്സെപ്റ്റ് ചെയ്യില്ല. ഒറിജിനൽ പ്ലസ് 41 കൊണ്ടാണ് ഇപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് എടുക്കുന്നത്. എനിക്ക് 41 കൊണ്ടാണ്. എന്നിട്ട് പിന്നെ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടി. പിന്നെ അത് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാൻ പോവാം. നമുക്ക് ഇവിടെ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടിയാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാം. ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പഠിക്കാൻ പോവാം. ഇനി ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് പഠിക്കാൻ പോയി പിന്നെ അടുത്ത സ്റ്റേജ് തിയറി ടെസ്റ്റ്. ഇവിടെ ശരിക്കും പറയുവാണെങ്കിൽ നമുക്ക് തിയറി ടെസ്റ്റ് എന്ന് പറയുന്നത് രണ്ട് കാറ്റഗറി, രണ്ട് ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിലാണ് ടെസ്റ്റ് വരുന്നത്, അല്ലെങ്കിൽ ഈ കംപ്ലീറ്റ് ചെയ്യുന്നത്. ആദ്യത്തെ തിയറി ടെസ്റ്റ് നമ്മൾ കംപ്ലീറ്റ് ചെയ്യുക. തിയറി ടെസ്റ്റിനകത്ത് തന്നെ 2 പാർട്ടുണ്ട്. ഒന്ന് പാസ്സാക്ട് റിസെപ്ഷൻ, അതുകൂടാതെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ രണ്ടും നമ്മൾ പാസ്സായാൽ മാത്രമേ നമുക്ക് മറ്റേ പ്രാക്ടിക്കൽ ടെസ്റ്റിനകത്തേക്ക് നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി തിയറി ടെസ്റ്റ് പാസ്സാകണമെന്നില്ല നമുക്ക് ഡ്രൈവിംഗ് ലൈസൻസ്. പ്രൊഫഷണൽ ലൈസൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ഡ്രൈവിംഗ് സ്റ്റാർട്ട് ചെയ്യാം. എപ്പോഴെങ്കിലും തിയറി ടെസ്റ്റ് എടുത്താൽ മതി. ഈ തിയറി ടെസ്റ്റ് നമുക്ക് ലൈഫ് ലോങ് വാലിഡിറ്റി ഉണ്ടോ? അത് ഇത്രയും നാളേ ഉള്ളൂ, അങ്ങനെയുണ്ടോ? തിയറി ടെസ്റ്റ് നമുക്ക് 2 വർഷം, എന്നാണ് നമ്മൾ പാസ്സാവുന്നത് അന്ന് മുതൽ 2 വർഷത്തേക്കാണ് അത് വാലിഡ് ആയിട്ടുള്ളൂ. 2 വർഷത്തോടെ നമ്മൾ ലൈസൻസ് കിട്ടിയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും റീ അപ്ലൈ ചെയ്യേണ്ടി. ഇനി പ്രാക്ടിക്കൽ ടെസ്റ്റിനെ പറ്റിയാ ചേട്ടൻ ഒത്തിരി പേരുടെ കൂടെ പോയിട്ടുണ്ടല്ലോ പ്രാക്ടിക്കൽ ടെസ്റ്റിന്. എങ്ങനെയുണ്ട് UK ലൈസൻസ് കിട്ടാൻ ഈസി ആണോ കമ്പയർ ടു ഇന്ത്യ? കമ്പയർ ടു ഇന്ത്യ നമ്മൾ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്, ഇല്ലാന്ന് ഞാൻ പറയില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ റൂളുകളും ബാക്കി കാര്യങ്ങളും കൃത്യമായിട്ട് അറിഞ്ഞ് ഫോളോ ചെയ്യുന്നതാണെങ്കിൽ ഈസിയാണ്. നമുക്ക് എത്ര മണിക്കൂർ മിനിറ്റ് ആണ് പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നത്? പ്രാക്ടിക്കൽ ടെസ്റ്റ് ശരിക്കും 40 മിനിറ്റ് ആണ് ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത്. അത് 3 ഡിഫറെന്റ് പാർട്ടായിട്ടാണ്. ഒന്ന് നമ്മുടെ ഐസൈറ്റ് ടെസ്റ്റ്, ഒരു ബോർഡ് വായിക്കാൻ പറയുന്നത്. ആദ്യം ഞാൻ പറഞ്ഞിരിക്കുന്ന ആ സെയിം ലീഗൽ റിക്വയർമെന്റ് നമ്മൾ കൊടുക്കുന്നത്. രണ്ടാമത് 20 മിനിറ്റ് ഇൻഡിപെൻഡന്റ് ഡ്രൈവിംഗ്, 20 മിനിറ്റ് എക്സാമിനർ അല്ലാതെ സ്വന്തമായിട്ട് ഗൈഡ് ചെയ്ത് തരും നമുക്ക്. അതുകൂടാതെ ഇൻഡിപെൻഡന്റ് ഡ്രൈവിംഗ് സെക്ഷനകത്ത് ഒരുപക്ഷെ നാവിഗേറ്റർ ഫോളോ ചെയ്യലായിരിക്കാം. അത് കൂടാതെ ചില സമയങ്ങളിൽ നാവിഗേറ്റർ ഇല്ലാത്ത സമയത്ത് അവർ ഡയറക്ഷൻ ഫോളോ ചെയ്യാനും പറയാറുണ്ട്. അങ്ങനെയും ചെയ്യാം. കോമൺ ആയിട്ട് ആൾക്കാർ വരുന്ന മിസ്റ്റേക്ക് എങ്ങനെയാണ് എപ്പോഴും ഫെയിൽ ആവുന്ന? ഇവിടെ UK ഏറ്റവും കൂടുതലുള്ള ഫെയിൽ എന്ന് പറയുന്നത് ജംഗ്ഷൻ ഒബ്സർവേഷൻ ആണ്. നമ്മളൊരു ജംഗ്ഷൻ, അത് ജംഗ്ഷൻ എന്ന് പറയുന്നത് റൗണ്ട് അബൌട്ട് സാധാരണ ജംഗ്ഷൻസ്, അതിലാണ് ഏറ്റവും കൂടുതൽ ഫെയിൽ. അത് നമ്മൾ മാത്രമല്ല, ഇന്ത്യൻസിന്റെ കാര്യം അതുകൊണ്ടൊന്നും ഫെയിൽ ആയിട്ടുണ്ട്. മറ്റുള്ളവരെ മിസ്ലീഡ് ചെയ്യുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് ഫെയിലേക്ക് വരാം. സ്പീഡിങ്ങും ഫെയിലില്ല പറഞ്ഞത്. ഇതിനകത്ത് നമുക്ക് മൈനർ മിസ്റ്റേക്ക് മേജർ മിസ്റ്റേക്ക് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ എത്ര മൈനർ വരെ ആവാം? നമുക്ക് 15 മൈനർ വരെ വരാം. 16ാമതൊരു മൈനർ വന്നാൽ നമ്മൾ സീരിയസ് ഫോൾട്ടായിട്ട് കണക്കാക്കും. 16ാമത്തെ മൈനറിൽ നമ്മൾ ഫെയിൽ ആണ്. പിന്നെ 2 മേജർ ഇല്ല, മേജർ ഫോൾട്ടുകൾ ഒന്നും വരാം, അതായത് സീരിയസ് ഫോൾട്ടുകൾ ഒന്നും വരാൻ പാടില്ല. അപ്പൊ ഒരു മേജർ വന്നാൽ ഒറ്റ മൈനർ ഇല്ലെങ്കിൽ പോലും നമ്മൾ ഫെയിൽ ആണ്. ഈ മേജർ എന്ന് പറയുമ്പോൾ ഏതൊക്കെ ടൈപ്പ്, ഒരു എക്സാമ്പിൾ പറയാനായിട്ട്? ബേസിക് ആയിട്ട് നമ്മളിപ്പോൾ റൗണ്ട് റോഡിലേക്ക് മൂവ് ചെയ്യുന്ന സമയത്ത് റൈറ്റിൽ നിന്ന് ഒരു വണ്ടി കയറി വരുവാണ്, നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, എക്സാമിനർ നമുക്ക് വേണ്ടിയിട്ട് ബ്രേക്ക് ചെയ്യേണ്ടി വന്നു, അങ്ങനെ വരുവാണെങ്കിൽ അതൊരു സീരിയസ് ഫോൾട്ടായിട്ട് കൺസിഡർ ചെയ്യും. അതുപോലെ നമ്മൾ ലൈൻ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഒബ്സർവേഷൻ ഇല്ലാതെ വരിക, ഇതൊക്കെയാണ് നമുക്ക് കോമൺ ആയിട്ട് വരുന്ന ഇഷ്യൂസ്. അതൊക്കെയാണ് മേജറായിട്ട് എടുക്കുന്നത്. പിന്നെ പാർക്കിംഗ് ഉണ്ടല്ലേ? പാർക്കിംഗ്, റിവേഴ്സ് പാർക്കിംഗ്, പിന്നെ 3-4 തരത്തിലുള്ള, ശരിക്കും പറയുകയാണെങ്കിൽ 3 ആണ്, പക്ഷേ ഓൾട്ടുഗദർ 6 എന്ന് പറയാം. കാരണം ബേ പാർക്കിംഗ് തന്നെ 4 ഡിഫറെന്റ് ആയിട്ടുള്ള രീതിയിൽ ചിലപ്പോൾ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ബേ പാർക്കിംഗ്, ഫോർവേഡ്, ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും. പിന്നെ വേറെ എന്താ ക്വസ്റ്റ്യൻസ് ചോദിക്കല്ലേ? അത് നമ്മൾ ടെസ്റ്റിന് തുടങ്ങുന്നതിന് മുന്നേ ആയിട്ട് ഒരു സേഫ്റ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. ഇപ്പൊ പുതിയതായിട്ട് റീസെന്റ് തുടങ്ങിയിരിക്കുന്ന ഒരു വർഷത്തിന് താഴെ ആയിട്ടുള്ളൂ. നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമ്മളോട് ഒരു സേഫ്റ്റി ക്വസ്റ്റ്യൻ ചോദിക്കും. അത് നമ്മുടെ ഏതെങ്കിലും കൺട്രോളുകൾ ഓപ്പറേറ്റ് ചെയ്യാൻ പറയുകയായിരിക്കും. അതേതെങ്കിലും കൺട്രോൾ നമ്മൾ എത്രമാത്രം കോൺഫിഡന്റ് ആണ്, എത്രമാത്രം കൺട്രോൾഡ് ആണ് ആ വണ്ടി എന്ന് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു രീതിയാണ്. സാധാരണ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം തന്നെയാണ്. നമുക്കിപ്പോ നാട്ടിൽ നിന്ന് ഒന്നും ഡ്രൈവിംഗ് അറിയാത്ത ഒരാൾക്ക് ഇവിടെ വന്ന് പഠിക്കണം, അല്ലെങ്കിൽ യുകെയിലുള്ള ഒരാൾ ഡ്രൈവിംഗ് പഠിക്കണം, ഏകദേശം എത്ര ക്ലാസ് ഒക്കെ പോകേണ്ടി വരും നമുക്ക്? UK ബേസിക് എന്ന് പറഞ്ഞാൽ UK ആവറേജ് ഇപ്പൊ മൊത്തത്തിലുള്ള ടെസ്റ്റുകളിലെ എല്ലാ ടെസ്റ്റുകളുടെയും കണക്കിൽ വെച്ചിട്ട് അവർ UK ആവറേജ് പറയുന്നത് 52 ലെസൺ ആണ്. 52 അവേഴ്സ്, 52 മണിക്കൂറാണ് ഒരു ആവറേജ് പറയുന്ന ഒരു കണക്ക്. അത് കുറച്ച് പ്രായം കുറഞ്ഞ കുട്ടികളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അത് 52 താഴെ വരാം. പ്രായം കൂടുതലുള്ള ആളുകളാണെങ്കിൽ അത് അവർ എടുക്കുന്ന രീതിയും പിന്നെ അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് അത് കൂടുതൽ കുറയുകയും ചെയ്യും. ഇപ്പൊ നമുക്ക് നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ആളാണെങ്കിലും, ഇപ്പൊ നാട്ടിൽ ഓൾറെഡി ലൈസൻസ് ഉണ്ട്, ലൈസൻസ് ഉണ്ടായിട്ടും കാര്യം, എന്നാലും നന്നായിട്ട് ഡ്രൈവ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഇവിടെ അത്ര ക്ലാസ്സസ് പോകേണ്ടി വരുമോ? ഇല്ല, നമുക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളിവിടെ പഠിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മളുടെ ഇവിടുത്തെ റൂളുകളാണ്. അതെങ്ങനെ ഫോളോ ചെയ്യുന്നത് മാത്രമേ നമുക്ക് പഠിക്കുന്നുള്ളൂ.
അത് പിക്ക് ചെയ്യാനായിട്ട് ചില ആൾക്ക് 2-3 ലെസൺ മതിയാവും, ചിലപ്പോൾ 2-3 കൊണ്ട് തീരില്ല, ചിലപ്പോൾ കുറച്ച് കൂടുതൽ ലെസൺ വേണ്ടി വരും. അത് ഡിപ്പെൻസ് അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ച് വ്യത്യാസം. നോർമലി ഒരു ആവറേജ് റേറ്റ് എത്ര വരുന്നു പെർ അവർ? അങ്ങനെ ഇത് ഓരോ സ്ഥലങ്ങളിലും വ്യത്യാസമുണ്ട്. ഓക്കെ. അവിടെയും വ്യത്യാസമുണ്ട്, ലണ്ടനിൽ വ്യത്യാസമുണ്ട്, മാഞ്ചസ്റ്ററിലൊക്കെ ഓരോ ഡിപ്പെൻസ് ആണ്. അത് ചില ആളുകൾ വളരെ ഹൈ ആയിട്ടുള്ള റേറ്റുകൾ ചാർജ് ചെയ്യുന്നത്. ഇവിടെ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഇപ്പോൾ എ അല്ലെങ്കിൽ BS അങ്ങനെയുള്ള കമ്പനികളൊക്കെ ചാർജ് ചെയ്യുന്നത് 30-35 പൗണ്ടുകളൊക്കെയാണ്. ആ ഒരു റേറ്റിലാണ് അവർ. അത് ഓരോരുത്തരുടെ ഓരോ ഏരിയക്ക് അനുസരിച്ച് വ്യത്യാസം വരും. ഇപ്പൊ അവിടെയുള്ള പ്രൈസ് തന്നെ ആയിരിക്കണമെന്നില്ല അവർ വേറൊരു സ്ഥലത്ത് കൊടുക്കുന്നത്. അതെ, അപ്പൊ ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു നോർമൽ ഗൂഗിൾ സെർച്ചോ അല്ലെങ്കിൽ ആളുകൾ 2-3 ഇൻസ്ട്രക്ടേഴ്സിനെ വിളിച്ച് വെച്ചിട്ട് അവരുടെ പ്രൈസ് എടുത്തിട്ട് അതിനകത്ത് നല്ല ഒരാളാണ് നമ്മൾ ചൂസ് ചെയ്തിട്ട് പോകുമായിരിക്കും. 28-32 പൗണ്ട് നമുക്ക് ആവറേജ് നമുക്ക് പ്രതീക്ഷിക്കാം. ലൈസൻസ് ഇവിടെ ഓട്ടോമാറ്റിക് ലൈസൻസ് കിട്ടുവാണെങ്കിൽ ഓട്ടോമാറ്റിക് വണ്ടി മാത്രമേ ഓടിക്കാൻ പറ്റുള്ളൂ. മാനുവൽ ലൈസൻസ് എടുക്കുകയാണെങ്കിൽ മാനുവൽ ഓടിക്കാൻ ഓട്ടോമാറ്റിക് ഓടിക്കും. ഇനി ഓട്ടോമാറ്റിക് ഓടിക്കുന്ന ഒരാൾക്ക് മാനുവൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ടെസ്റ്റ് നമുക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മൾ വിളിച്ച് DVLയിൽ വിളിച്ച് ബുക്ക് ചെയ്ത് നമ്മൾ എടുത്താൽ മാത്രമേ നമുക്ക് മാനുവലിനും പോകാനായിട്ട് പറ്റുള്ളൂ. തിയറി ടെസ്റ്റ് ചെയ്യേണ്ടിയില്ല. ഒരു പ്രാവശ്യം പാസ്സായ പിന്നെ തിയറി ടെസ്റ്റ് ഡയറക്റ്റ് പ്രാക്ടിക്കൽ ടെസ്റ്റിന് പോകാം. നമുക്കൊരു പ്രാക്ടിക്കൽ ടെസ്റ്റ് ബുക്ക് ചെയ്യണതിന് എത്ര രൂപയാണ് സാധാരണ വരുന്നത്? പ്രാക്ടിക്കൽ ടെസ്റ്റിന് ശരിക്കും 62 പൗണ്ടേ നമുക്ക് വരുന്നുള്ളൂ. അതായത് ഗവൺമെന്റിന് കൊടുക്കുന്ന DVSക്ക് കൊടുക്കുന്ന ഫീ അതാണ്. പ്ലസ് നമ്മൾ ടെസ്റ്റിന് നമ്മൾ പോകുമ്പോൾ നമ്മൾ ഒരു ഇൻസ്ട്രക്ടറെ വണ്ടി ഹയർ ചെയ്യുകയാണെങ്കിൽ അതിനുള്ള കോസ്റ്റോട് കൂടി നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പൊ നമ്മൾ ടെസ്റ്റ് പോകുമ്പോൾ നമ്മൾ കാർ കൊണ്ടുപോകണം. ഒന്നുകിൽ ഇൻസ്ട്രക്ടർ വഴിയോ അല്ലെങ്കിൽ നമ്മൾ അറേഞ്ച് ചെയ്യണം വണ്ടി അല്ലേ? നമ്മളാണ് അത്. നമ്മൾ കൊണ്ടുവരുന്ന ആരാണോ, നമ്മൾ ഇൻസ്ട്രക്ടർ ആണെങ്കിൽ ഇൻസ്ട്രക്ടർ വണ്ടി, സ്വന്തമായിട്ടുള്ള വണ്ടിയാണെങ്കിൽ നമുക്കത് യൂസ് ചെയ്യാവുന്നതാണ്. സ്വന്തമായിട്ട് എന്ന് പറയുമ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് അങ്ങോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ, വേറൊരാളെയും കൂട്ടിയിട്ട് പോകണം. ഇത് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾ, ഇന്റർനാഷണൽ ലൈസൻസ് ഉള്ള ഒരാൾക്കാണെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പോയി ഡ്രൈവിംഗ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. അതായത് 6 മാസം കഴിഞ്ഞിട്ട് ഇവിടെ ഉള്ള ഒരാൾക്കാണെങ്കിൽ സ്വന്തമായിട്ട് പോയി അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല പ്രൊഫഷണൽ ലൈസൻസ് ഉള്ള ഒരാളാണ്, ഈ പറയുന്ന പീരീഡെല്ലാം കഴിഞ്ഞ് ഇൻവാലിഡ് ആയിട്ടുള്ള ഇന്റർനാഷണൽ ലൈസൻസ് വേണമെങ്കിൽ നമ്മൾ 3 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരാൾ കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ ഓടിച്ചു പോകാനായിട്ട് പറ്റുള്ളൂ. റെന്റിന് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ റെന്റിന് കൊടുത്ത് വണ്ടി എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റെന്റ് എടുക്കുന്ന സ്ഥലത്ത് നിന്ന് ഇത് ഡ്രൈവിംഗ് ടെസ്റ്റ് പർപ്പസിനാണെന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ അവിടെ നിന്ന് വാങ്ങിച്ച് നമ്മൾ കയ്യിൽ വെക്കേണ്ടത് ആവശ്യമാണ്. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മൾക്ക് ഈ ഇൻഷുറൻസിനകത്ത് ചിലപ്പോൾ കവർ ആവില്ല. അതെ, ടെസ്റ്റിന് വേണ്ടിയിട്ടുള്ള സെപ്പറേറ്റ് ഇൻഷുറൻസ് അവർ നമുക്ക് ആഡ് ചെയ്ത് തന്നാൽ മാത്രമേ ടെസ്റ്റിന് നമുക്ക് യുകെയിൽ ഡ്രൈവിംഗ് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാവോ? ലൈസൻസ് അങ്ങനെ എന്തെങ്കിലും നിബന്ധനകൾ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? നിബന്ധനകളുണ്ട്, പക്ഷെ ആർക്ക് വേണമെങ്കിലും പഠിപ്പിക്കാം. നമ്മൾക്ക് 21 വയസ്സായിരിക്കണം. നമുക്ക് പഠിപ്പിക്കുന്ന ആൾക്ക് 21 വയസ്സായിരിക്കണം. നമ്മളിവിടെ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയിട്ട് 3 വർഷം കഴിഞ്ഞിരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടി 3 വർഷം കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പഠിപ്പിക്കാവൂ. ഇന്നിപ്പോ നമ്മൾ പഠിപ്പിക്കും നമ്മുടെ കാറിൽ തന്നെ പഠിപ്പിക്കാമല്ലോ അല്ലേ? അല്ലാണ്ട് ഇപ്പൊ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിന്റെ കാറിലൊക്കെ വേറെ ഇതുണ്ടല്ലോ, ബ്രേക്ക് കൺട്രോൾ ഉണ്ട്. നമ്മൾക്ക് സ്വന്തമായിട്ട് കാറുകളിൽ പഠിക്കാം. പക്ഷെ അങ്ങനെ നമ്മൾ പഠിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ഡ്രൈവ് ചെയ്യുന്നത് അവർക്ക് ആ വണ്ടിയിൽ ഇൻഷുർഡ് ആയിരിക്കണം. അതായത് നമ്മളൊരു വീട്ടിലെ കാറാണ്, അപ്പോൾ ഹസ്ബൻഡിന്റെ പേരിൽ മാത്രമേ ഇൻഷുറൻസ് ഉള്ളൂ. ഇനി വൈഫിന് പഠിക്കണം, അല്ലെങ്കിൽ വൈഫിന്റെ പേരിൽ ഇൻഷുറൻസ് ഉള്ള ആൾക്ക് ഹസ്ബൻഡിന് പഠിക്കണമെങ്കിൽ ആരാണോ വണ്ടി ഓടിക്കുന്നത് അയാളുടെ പേരും കൂടി ആ ഇൻഷുറൻസിനകത്ത് ആഡ് ചെയ്തിട്ട് വേണം നമ്മൾ പഠിക്കാൻ തുടങ്ങാനായിട്ട്. അപ്പൊ നമ്മളിപ്പോ ഒരു ഫ്രണ്ടിനെ പഠിപ്പിക്കണമെങ്കിൽ പോലും അയാൾക്ക് ഇൻഷുറൻസ് നമ്മൾ എടുക്കണം. ഏത് കാറിലാണോ നമ്മൾ വണ്ടി അല്ലെങ്കിൽ ഏത് കാറാണോ നമ്മൾ യൂസ് ചെയ്യുന്നത് ആ കാറിൽ നമ്മൾ ലേണർ ആയിട്ടുള്ള ഒരാളെ ആഡ് ചെയ്തിട്ട് വേണം ആ വണ്ടി ഓടിച്ചു തുടങ്ങാനായിട്ട്. ഒരു ഡൗട്ടും കൂടെ ഉണ്ട്, പ്രത്യേകിച്ച് ഞാൻ ഫേസ് ചെയ്തതാണ്. ഇപ്പോൾ എന്റെ ടീമിൽ പഠിപ്പിക്കുവാണെങ്കിൽ ഇപ്പൊ പിള്ളേരുണ്ടാവല്ലോ, നമുക്ക് കിഡ്സിനെ ബാക്കിൽ നിർത്തുന്നതിന് പ്രശ്നമുണ്ടോ? അത് പാസഞ്ചേഴ്സ് അലൗഡ് ആണ്? പാസഞ്ചേഴ്സ് അലൗഡ് ആണ്. നമുക്ക് ഈവൻ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിന്റെ കൂടെ ചില ആളുകൾ അത് അലൗ ചെയ്യാറുണ്ട്. ഞാനത് ചെയ്യാറുണ്ട്. ഇൻസ്ട്രക്ടേഴ്സിന്റെ അടുത്ത് നമുക്ക് ചെയ്യാറുണ്ട്. പക്ഷെ അതിന് പ്രത്യേകിച്ച് സെപ്പറേറ്റ് നമ്മളൊരു കണ്ടീഷൻ ഒന്നും വെക്കാറില്ല അതിനകത്ത്. നമ്മുടെ ഇൻഷുറൻസിനകത്ത് അങ്ങനെയുള്ള ഒരു കണ്ടീഷൻ ഉണ്ടെങ്കിൽ അവർ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കുട്ടികളുണ്ടോ എന്ന് വിചാരിച്ചിട്ട് നമുക്ക് അവരെ ഒഴിവാക്കാൻ പറ്റില്ല. അത് ഡിസ്ക്രിമിനേഷൻ ആയിട്ട് വരികയും ചെയ്യാം നമുക്ക്. അതപ്പം പക്ഷേ നമ്മൾ നേരത്തെ ഇൻസ്ട്രക്ടറോട് നമ്മൾ പറഞ്ഞ് അതിന് പെർമിഷൻ മേടിച്ചാൽ മാത്രമേ ഇത് ചെയ്യാൻ പറ്റുള്ളൂ. തന്നെയല്ല നമ്മൾ കുട്ടികളെ പുറകിലെടുത്തുവാണെങ്കിൽ കൃത്യമായിട്ട് ചൈൽഡ് റിസ്ട്രെയിന്റ് ഉണ്ടായിരിക്കണം. കാർ സീറ്റ് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പറ്റും. നിങ്ങൾ ക്ലാസ് എടുക്കുമ്പോഴേ ഇപ്പൊ ഇൻസ്ട്രക്ടറിന്റെ അടുത്ത് ഇപ്പൊ മാക്സിമം 2 മണിക്കൂർ ക്ലാസ് ബുക്ക് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ 1 മണിക്കൂർ, അങ്ങനെ നിങ്ങൾക്ക് ഒരു ലിമിറ്റേഷൻ ഉണ്ടോ? ഇല്ല, അത് ഡിപ്പെൻസ് ഇൻസ്ട്രക്ടേഴ്സ് ആണ്. അതായത് ചില ആളുകൾ ക്രാഷ് കോഴ്സുകൾ ചെയ്യാറുണ്ട്. ചിലപ്പോൾ 10 ദിവസം കൊണ്ട് അവർ ക്രാഷ് കോഴ്സ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാറുണ്ട്. 10 ക്ലാസ് അല്ല, അവരുടെ എബിലിറ്റിക്ക് അനുസരിച്ചിട്ട് ചിലപ്പോൾ 30 ലെസനൊക്കെ ചിലപ്പോൾ അവർ ചെയ്ത് അവരൊരാളെ മാത്രമേ ചിലപ്പോൾ അവരൊരു ദിവസം മുഴുവൻ ട്രെയിൻ ചെയ്യുള്ളൂ. രാവിലെ 3 മണിക്കൂർ, ഉച്ചയ്ക്ക് ചിലപ്പോൾ ഒരു 3 മണിക്കൂർ, അങ്ങനെ വളരെ അർജന്റായിട്ട് ലൈസൻസ് ആവേണ്ട ആവശ്യമുള്ള ആളുകളുണ്ടാവും. അവർ ക്രാഷ് കോഴ്സ് ചെയ്യാനാണ് പ്രത്യേകിച്ച് ലിമിറ്റേഷൻ ഇല്ല. എല്ലാം ഡിപ്പെൻസ്
ഇൻസ്ട്രക്ടേഴ്സ് ആണ്. ഈ ലൈസൻസ് നമുക്ക് വാലിഡിറ്റി വല്ലതുണ്ടോ? ഇത്രയും മിനിമം? ഇല്ല, അങ്ങനെ വാലിഡിറ്റി ഒന്നും പ്രത്യേകിച്ച് ലൈസൻസില്ലല്ലോ. നമുക്ക് എത്രമാത്രം കാലം നമുക്ക് ഓടിക്കാൻ പറ്റുമോ അന്ന് വരെ നമുക്ക് ഓടിക്കാം. പക്ഷേ വൺസ് നമുക്കൊരു ലൈസൻസ് കിട്ടിയാൽ അത് 10 ഇയറിൽ നമ്മൾ അതിൻ്റെ ഫോട്ടോ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ വർഷം 10 വർഷം എല്ലാവർക്കും അറിയാമെന്ന് അറിയില്ല. ലൈസൻസ് റിനീഷ്യൽ അല്ല, ഫോട്ടോ അപ്ഡേറ്റ് ചെയ്യണം. അതിന് ചെറിയൊരു ഫീസും DVSA ഈടാക്കുന്നുണ്ട്. അത് കൂടാതെ 70 വയസ്സായി കഴിഞ്ഞാൽ നമ്മൾക്ക് എല്ലാ വർഷവും ഒരു മൈനർ ആയിട്ടുള്ളൊരു ഡ്രൈവിംഗ് ടെസ്റ്റ് വീണ്ടും നടത്താറുണ്ട്. ഡ്രൈവിംഗ് ടെസ്റ്റ് പ്രോപ്പർ ആയിട്ട് ഇപ്പോൾ നമ്മൾ സാധാരണ രീതിയിലുള്ള ടെസ്റ്റ് പോലെയല്ല, അവരുടെ ആ ഒരു ഏജിനനുസരിച്ചിട്ട് എബിലിറ്റിക്ക് അനുസരിച്ച് ഓടിക്കാൻ പറ്റുമോ എന്നുള്ളൊരു ടെസ്റ്റ് നടത്താറുണ്ട്. അതിനകത്ത് പാസ്സായാൽ മാത്രമേ വീണ്ടും കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂ. 70 വയസ്സ് എല്ലാ വർഷവും. പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നെയാണ്. ശരിക്കും അത് പ്രാക്ടിക്കൽ ടെസ്റ്റ് തന്നെയാണ്. എക്സാമിനർ വണ്ടിയുടെ കൂട്ടി ഇരുന്നിട്ട് അവിടെ സാധാരണ ഒരു ടെസ്റ്റ് നടക്കുന്നത് പോലെ, പക്ഷേ ഇത്രയും ഹാർഡായിരിക്കില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരുടെ ഒരു കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ടുള്ള ഒരു അസസ്മെന്റ് ആയിരിക്കും അതിനകത്ത് നടക്കുന്നത്. ഈ ഡ്രൈവിംഗിൽ നമുക്ക് വല്ല മിസ്റ്റേക്കുകളൊക്കെ വന്ന പെനാൽറ്റി ഉണ്ടല്ലോ, അതിനെ പറ്റി ഒന്ന് പറഞ്ഞേ. അതിന്റെ പ്രോബ്ലംസും പോയിന്റ് ബേസ് ഉള്ളോ പെനാൽറ്റി? പോയിന്റ് ബേസ് ആണ്. അതിന്റെ ഏറ്റവും ലീസ്റ്റ് മിനിമം പോയിന്റ് എന്ന് പറയുന്നത് 3 പോയിന്റ് 100 പൗണ്ടാണ്. അത് ഓരോ ഒഫൻസുകൾക്കും വ്യത്യാസമായിരിക്കും. എല്ലാത്തിനും അത് അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. മിനിമം ഒരു മിസ്റ്റേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 3 പോയിന്റ്. ഏറ്റവും ബേസിക് മിനിമം വരുന്നത് 3 പോയിന്റ് 100 പൗണ്ടുമാണ് അതിനകത്തുനിന്ന് നമുക്ക് നഷ്ടപ്പെടുന്നത്. നമുക്ക് എത്ര പോയിന്റ് വരെ പോവാം? ലൈസൻസ് നമുക്ക് കിട്ടി, തുടക്കത്തിൽ ലൈസൻസ് കിട്ടുന്ന ഒരാൾക്ക് 2 വർഷത്തിനുള്ളിൽ 6 പോയിന്റ് ലൈസൻസിൽ വന്നാൽ 6 പോയിന്റ് നമുക്ക് ഓൾറെഡി ആയാൽ ആ ലൈസൻസ് നഷ്ടപ്പെടും. അപ്പൊ ചിലപ്പോ 2 മിസ്റ്റേക്ക് കാണിച്ച് ഒറ്റയടിക്ക് 6 പോയിന്റ് അങ്ങ് പോകും. 6 പോയിന്റ് ആക്കി കഴിഞ്ഞാൽ ലൈസൻസ് റിവോക്ക് ചെയ്യും. വീണ്ടും നമ്മൾക്ക് ലൈസൻസ് കിട്ടണമെങ്കിൽ നമ്മൾ തിയറി മുതൽ ആദ്യം മുതൽ നമ്മൾ ആ പ്രൊസീജിയർ വീണ്ടും ആദ്യം എങ്ങനെയാണ് നമ്മൾ ലൈസൻസ് എടുത്ത് പ്രൊഫഷണൽ ആപ്ലിക്കേഷൻ കൊടുത്ത് തിയറി ടെസ്റ്റ് പാസ്സായി ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സായി മാത്രമേ നമുക്ക് ലൈസൻസ് കിട്ടുള്ളൂ. ഈ ഒഫൻസിന് തന്നെ വേറെ എന്തെങ്കിലും കാറ്റഗറീസ് ഉണ്ടോ? കാരണം ഇപ്പൊ നമ്മൾ വഴി ഒരു ആക്സിഡന്റ് വന്നു, അല്ലെങ്കിൽ ഇപ്പോൾ ഒരാളുടെ ഡെത്ത് വരെ സംഭവിച്ചെന്നിരിക്കാം, നമുക്ക് പിന്നെ ഡ്രൈവ് ചെയ്യുന്നതിൽ ബാൻ ചെയ്യോ? നമ്മളെ UK അതെയോ അങ്ങനെ വല്ലതും ഉണ്ടോ? അങ്ങനെ വരാം, നമുക്ക് ബാൻ വരാം. നമുക്ക് ഡ്രിങ്ക് ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര സീരിയസ് ആയിട്ട് ഒഫൻസ് ഒക്കെ തന്നെയാണ്. അതൊരു പക്ഷേ നമ്മളുടെ ഇവിടെയുള്ള മറ്റുള്ള കാര്യങ്ങളെയും അഫക്റ്റ് ചെയ്യും. അതായത് നമ്മുടെ PR-നെയും മറ്റുള്ള കാര്യങ്ങളെയൊക്കെ അഫക്റ്റ് ചെയ്യാവുന്ന ഒരു സാധനമാണ് ഡ്രിങ്ക് ഡ്രൈവിംഗ് ഒഫൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് 14 ഇയേഴ്സ് ഡെത്ത് പെനാൽറ്റിക്കൊക്കെ 14 ഇയേഴ്സ് ഒരു ഇംപ്രിസൺമെന്റ് ഉണ്ട്, ചിലതിന് 6 months ഉണ്ട് ഡ്രിങ്ക് ഡ്രൈവിംഗിന്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കി ഓടിക്കാതിരിക്കുന്നത്. ഓവർ സ്പീഡും ചില സിറ്റുവേഷനിൽ ഓവർ സ്പീഡ് എന്ന് പറയുന്നത് ഡിപ്പെൻസ് നമ്മൾ എത്രമാത്രം സ്പീഡ് ചെയ്യുന്നു എന്നുള്ളത്. ഇപ്പോൾ 30 മൈൽ സ്പീഡിൽ നമ്മൾ 10%, 33, 34 വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതൊരു നോർമൽ പെനാൽറ്റിയിൽ നിൽക്കും. അതായത് ഫിക്സഡ് പെനാൽറ്റി നോട്ടീസ്, FP എന്ന് പറയും. ഫിക്സഡ് പെനാൽറ്റി നോട്ടീസിൽ നിൽക്കും. നോട്ടീസ് വന്നിട്ട് നമ്മൾ കോടതിയിൽ അല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് DVSക്ക് പൈസ അടച്ച് നമ്മളുടെ പോയിന്റും പോകുന്നു. 3 പോയിന്റ് പോകും. ഇപ്പോൾ 3 പോയിന്റ്. അത് കൂടാതെ വലിയ ഒഫൻസുകൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം 30 മൈൽ ഇപ്പോൾ അതിനകത്ത് 60 മൈലൊക്കെ ഓടിക്കുന്ന ആളുകളൊക്കെ ചിലത് നമുക്ക് കാണാം, നമ്മൾ പേപ്പറിൽ കാണാറുള്ളത്. അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷനിലൊക്കെ ഇത് കോടതിയിലേക്കാണ് പോകുന്നത്. കോടതിയാണ് ഡിസൈഡ് ചെയ്യുന്നത് എത്ര പോയിന്റ് നമ്മുടെ ലൈസൻസിൽ വേണമെന്നും എത്ര ഫൈൻ നമുക്ക് ചെയ്യണമെന്നും. നമുക്ക് ഈ പെനാൽറ്റി ഒന്നുമില്ലാന്ന് 2 വർഷമായിട്ട് നമുക്ക് ഒരു മിസ്റ്റേക്ക് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ എന്തോ ബെനിഫിറ്റ് ഉണ്ടല്ലോ, അതെന്താ? 2 വർഷം കഴിഞ്ഞാൽ നമ്മളുടെ പോയിന്റിനകത്ത് അല്ലെങ്കിൽ ലൈസൻസിനകത്ത് വീണ്ടും നമുക്ക് 12 പോയിന്റ് വരെ എത്തിയാൽ മാത്രമേ നമ്മുടെ ലൈസൻസ് പോകുള്ളൂ. അതാണ് നമുക്ക് പിന്നീട് കിട്ടുന്നത്. അതായത് 2 വർഷം നമ്മൾ എന്ന് ലൈസൻസ് കിട്ടുന്നു അന്ന് മുതൽ 2 ഇയറിൽ നമ്മൾ പ്രൊബേഷൻ പീരീഡ് ആയിരിക്കും. അപ്പൊ 2 വർഷത്തിൽ മിസ്റ്റേക്ക് ഒന്നുമില്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് 12 പോയിന്റ്. 2ാമത്തെ വർഷം മുതൽ 3ാമത്തെ വർഷത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 2 ഇയർ കഴിഞ്ഞാൽ നമുക്ക് 12 പോയിന്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് നമുക്ക് എല്ലാവർക്കും 12 പോയിന്റ് ആണ് മാക്സിമം ലിമിറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ റീച്ച് ചെയ്യും. നമ്മളിപ്പോ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ഒരു മൈനർ ആക്സിഡന്റ്സ് വന്നാൽ നമ്മൾ എന്ത് സ്റ്റെപ്സ് എടുക്കണ്ടേ? ഫസ്റ്റ് നമ്മളൊരു ആക്സിഡന്റ് വന്നു കഴിഞ്ഞാൽ മാക്സിമം നമ്മൾ ചെയ്യേണ്ട വണ്ടി സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതാണ്. ഹിറ്റ് ആൻഡ് റൺ എന്ന് പറയുന്നത് ഒരു സീരിയസ് ഒഫൻസ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എവിടെയാണോ ആക്സിഡന്റ് ആയത് സേഫ് ആയിട്ടുള്ള അവിടെ തന്നെ നിർത്തുക. ആക്സിഡന്റ് പാനിക് ആവാതിരിക്കുക, സ്റ്റോപ്പ് ചെയ്യുക. നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ട് വണ്ടിക്ക് അന്ന് സേഫായിട്ട് നമ്മൾ പുറത്തിറങ്ങുക. ചിലപ്പോൾ ഡ്യുവൽക്കാർ ചോദിക്കുകയാണെങ്കിൽ ഒരു ശ്രദ്ധിക്കുന്നുണ്ട്. ഹസാർഡ് ഇട്ട് നമ്മൾ വണ്ടിയുടെ പുറത്തിറങ്ങിയിട്ട് പറ്റുമെങ്കിൽ നമ്മൾ ആ വണ്ടിയുടെ ഒരു ഫോട്ടോ, നമ്മൾ ആക്സിഡന്റ് ആയ സ്ഥലത്തിൻ്റെ ഒരു ഫോട്ടോ എടുക്കുക. അത് കൂടാതെ നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾ ഇവിടെ ഒരു റൂൾ ഉള്ളതെന്നു വെച്ചാൽ നമ്മൾ പേഴ്സൺ, അതായത് ഒരു ഇൻഡിവിജ്വലിന്റെ ഫോട്ടോ എടുക്കാനായിട്ട് നമുക്ക് പറ്റില്ല. നമ്മൾ ആക്സിഡന്റ് ആയ ഒരു ഡ്രൈവറുടെ ഫോട്ടോ എന്ന് നമുക്ക് വെക്കാൻ പറ്റില്ല. അത് ലീഗലി നമ്മളിവിടെ അലൗഡ് അല്ല. നമ്മളുടെ ഡീറ്റെയിൽസ് നമ്മൾ പാസ് ചെയ്യുന്ന സമയത്ത് അയാളുടെ ഡീറ്റെയിൽസ് നമ്മൾ കയ്യിൽ വാങ്ങിച്ചു വയ്ക്കുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആക്സിഡന്റ് ആയാലും നമ്മൾ ആ ഏരിയ നമുക്ക് കിട്ടുവാണെങ്കിൽ വണ്ടിയുടെയും ആ സ്ഥലത്തിൻ്റെയും ഉൾപ്പെടെയുള്ള ഒരു ഫോട്ടോ എടുക്കുക, നമ്മുടെ പൊസിഷൻ എവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അത് ഇൻഷുറൻസിന് പിന്നീട് നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. രണ്ടാമത് നമ്മളുടെ ഇൻഷുറൻസ് ഡീറ്റെയിൽസും നമ്മുടെ പേരും വണ്ടി നമ്പറും ഈ പറയുന്ന മറ്റു ഡ്രൈവർക്ക് മേടിക്കുക. അതുപോലെ തന്നെ അയാളുടെ കയ്യിൽ നിന്ന് നമ്മളും വാങ്ങിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. മൈനർ ഇൻസിഡൻസ് ഒക്കെ ആണെങ്കിൽ പോലീസിന് നമ്മൾ ഈ പറയുന്ന ഡീറ്റെയിൽസ് ഹാൻഡ് ഓവർ ചെയ്താൽ കൊടുക്കേണ്ടതായിട്ടില്ല. ഇപ്പോൾ ഒരു ഹിറ്റ് ആൻഡ് റൺ ആണെങ്കിൽ നമ്മൾ പോലീസിന് 24 hourനുള്ളിൽ
ഇൻഫോം ചെയ്യേണ്ടതുണ്ട്. ആ ഒരു ആക്സിഡന്റ് നമ്മൾ ഡിഫറെന്റ് 24 നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. നമ്മളിപ്പോ എവിടെയെങ്കിലും പാർക്ക് ചെയ്തു, നമ്മൾ കണ്ടില്ല, നമ്മുടെ വണ്ടീനെ ഇടിച്ചിട്ട് അവർ പോയി, അപ്പോഴും നമ്മൾ ഇൻഫോം ചെയ്യണം. പോലീസിനെയാണ് ഇൻഫോം ചെയ്യേണ്ടത്, അതെയോ ഇൻഷുറൻസ്? നമ്മളെ പോലീസിനെയാണ് നമ്മൾ ഇൻഫോം ചെയ്യേണ്ടത്. ആദ്യം നമ്മളൊരു ആക്സിഡന്റ് ഉണ്ടായാലും അത് ഇൻഫോം ചെയ്യേണ്ടത് പോലീസിനെയാണ്. വിതിൻ 24 hours നമ്മൾ ചെയ്യണം. ഇങ്ങനെ നമ്മൾ കാണാത്തൊരു ആക്സിഡന്റ് ആണെങ്കിൽ നമുക്ക് എവിടെന്നെങ്കിലും ഒരു വിറ്റ്നസിന് നമുക്ക് കിട്ടുമോ എന്ന് നോക്കുക. വിറ്റ്നസിന് കിട്ടുവാണെങ്കിൽ വിറ്റ്നസ് ഡീറ്റെയിൽസ് എടുത്തിട്ട് നമ്മൾ ഇൻഷുറൻസ് കമ്പനി അറിയിക്കുകയും പോലീസ് റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ മിസ്റ്റേക്ക് കൊണ്ട് വരുന്നെങ്കിൽ അതിന്റെ ഡിസഡ്വാൻറ്റേജ് ആയിരിക്കും. ഇൻഷുറൻസ് പ്രീമിയം അടുത്ത പ്രാവശ്യം കൂടാൻ സാധ്യതയുണ്ട്. അല്ലാതെ വേറെ ആക്സിഡന്റ് വന്നപ്പോൾ നമ്മുടെ പോയിന്റ് വന്നാൽ പോയിന്റ് പോകാൻ, സീരിയസ് ആക്സിഡന്റുകളിലൊക്കെ പോയിന്റ് പോകാൻ സാധ്യതയുണ്ട്. കാരണം അത് റെക്കലസ് ഡ്രൈവ് എന്ന് പറയുന്ന ഒരു, അതായത് ഡേഞ്ചറസ് ഡ്രൈവിംഗിന്റെ ഒരു ഓപ്ഷനിലേക്ക് എത്തും. അവരപ്പോ റീസൺ ചെക്ക് ചെയ്യാൻ എന്തുകൊണ്ടാണ് ആക്സിഡന്റ് ഉണ്ടായതും, സ്പീഡ് കൂടുതലാണെന്നും അതുപോലുള്ള മറ്റുള്ള നമ്മുടെ പൊസിഷനിങ് എങ്ങനെയാണെന്നും അങ്ങനെയുള്ള കാര്യങ്ങൾ സീരിയസ് ഇൻസിഡന്റുകളിൽ പോലീസ് ചെക്ക് ചെയ്യാറുണ്ട്. അതുകൊണ്ട് പോയിന്റ് പോകാനുള്ള സാധ്യതയുണ്ടായിരുന്നു. നമുക്ക് ഡ്രൈവിങ്ങിനെ പറ്റി ഇപ്പോൾ ടെസ്റ്റ് ബുക്ക് ചെയ്യണമെങ്കിലോ അല്ലെങ്കിൽ പെനാൽറ്റി സ്കോർ അങ്ങനെ കൂടുതൽ ഡീറ്റെയിൽസ് കിട്ടണമെങ്കിൽ എവിടെയായിരിക്കും നമ്മൾ അപ്രോച്ച് ചെയ്യേണ്ടത്? ഇതിപ്പോൾ ഗവൺമെന്റ് വെബ്സൈറ്റ് gov.uk എന്നുള്ള വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും അതിന് എവിടെ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതെന്നുള്ളതും അതിൻ്റെ ഏജ് ലിമിറ്റും പെനാൽറ്റീസും ബാക്കി എല്ലാ കാര്യങ്ങളും ആ വെബ്സൈറ്റിലുണ്ട്. അതിൽ നോക്കുമായിരിക്കും ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, ഏറ്റവും ഡീറ്റെയിൽ ആയിട്ടുള്ള നമുക്ക് ഇൻഫർമേഷൻ കിട്ടിയെങ്കിൽ അതായിരിക്കും നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ ഹയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലോക്കൽ പ്ലേസിൽ നമ്മൾ ഫ്രണ്ട്സ് വഴി കേട്ട് ചോദിച്ചു. ഇൻസ്ട്രക്ടർ നമുക്ക് ഹയർ ചെയ്യാനായിട്ട് നമുക്ക് ADS അതായത് ഈ പറയുന്ന സെയിം വെബ്സൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അപ്രൂവ്ഡ് ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടേഴ്സിന്റെ ഒരു ഡീറ്റെയിൽസ് നമുക്ക് അതിനകത്ത് സെർച്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അത് അവരുടെ ഏരിയയിലുള്ള പോസ്റ്റ് കോഡ് അടിച്ചു കൊടുക്കുന്നെങ്കിൽ ആ ഡീറ്റെയിൽസ് ആരാണ് അവിടെ ആ ഏരിയയിലുള്ളതെന്നുള്ളത് കിട്ടും. പക്ഷേ എല്ലാവരും ചിലപ്പോൾ ആ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്തോളുന്നില്ല. അതുപോലെ അവരുടെ ലെവൽ എന്നാന്നുള്ളതും സ്റ്റാൻഡേർഡ് ഏത് ഗ്രേഡിലാന്നുള്ളതൊക്കെ അതിനകത്ത് അറിയാൻ പറ്റും. മൊത്തത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു UK ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ ഫസ്റ്റ് പ്രൊഫഷണൽ അപ്ലൈ ചെയ്യുക, തിയറി ടെസ്റ്റ്, പ്രാക്ടിക്കൽ ടെസ്റ്റ്. പിന്നെ ഇൻസ്ട്രക്ടർ ചൂസ് ചെയ്യുന്നത് എപ്പോഴും പറഞ്ഞു കേട്ട് നിങ്ങൾക്ക് അറിയാവുന്ന ആളുകളുടെ അടുത്ത് അവർക്കുള്ള ആ ഒരു ഫീഡ്ബാക്ക് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. നമുക്കെന്നാ ജോൺസൺ ചേട്ടനെയും കൂട്ടിയിട്ട് ചെറിയൊരു ഡ്രൈവിന് പോവാം. എന്നിട്ട് ഓൺ ദ വേയിൽ കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാം ചേട്ടനോട്. ചേട്ടാ, ഈ റൗണ്ട് അബൌട്ടുള്ള എല്ലാവരുടെ ഒരു കൺഫ്യൂഷൻ ആയിട്ടുള്ള ഏരിയ ഒന്ന്, ആ റൗണ്ട് അബൌട്ട് എങ്ങനെയാ ലെഫ്റ്റ് റൈറ്റ്? നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് ആണ്. നമ്മൾ നിൽക്കുന്നത് ലെഫ്റ്റ് ലൈനിലാണ്. റൈറ്റിൽ നിന്ന് വണ്ടികൾ ഉണ്ടോ എന്നുള്ളത് നോക്കാം. വണ്ടികൾ ഇല്ല എന്നുള്ളത് മാത്രമല്ല, നമുക്കത് സേഫ് ആയിട്ട് കടന്നു പോകാമെങ്കിൽ നമുക്ക് എടുത്ത് പോകാം. ഇതിന് ഇത്രയും സ്പീഡ് വേണം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ? അങ്ങനെ റൗണ്ട് അബൌട്ടിന് പ്രത്യേകിച്ചൊരു സ്പീഡിൻ്റെതായിട്ടുള്ള ഒരു കാര്യങ്ങളൊന്നും അതിനകത്തില്ല. പർട്ടിക്കുലർ സ്പീഡ് ചെയ്യണമെന്നില്ല. ചില റൗണ്ട് അബൌട്ട്, ചെറിയ റൗണ്ട് അബൌട്ടുകളാണ് ഒരു ലെസ് ദാൻ 15 മൈൽ സ്പീഡ്, 10 to 15 ഒക്കെ ഒരു സേഫ് ആയിട്ടുള്ള സ്പീഡാണ്. അതുപോലെ വലിയ റൗണ്ട് അബൌട്ടുകളിൽ ചിലപ്പോൾ നമുക്ക് 20, 30 ഒക്കെ ചെയ്യാവുന്ന റൗണ്ട് അബൌട്ടുകളുണ്ട്. അതുപോലെ സ്പൈറൽ റൗണ്ട് അബൌട്ടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്കിപ്പോ ടെസ്റ്റ് ഇപ്പൊ 40 മിനിറ്റ് ആണല്ലോ. അപ്പൊ ചിലപ്പോ ട്രാഫിക് ഒക്കെ പെട്ട് അങ്ങനെ കിടക്കുമ്പോൾ എങ്ങനെയാ അവര് കറക്റ്റ് 40 മിനിറ്റ് ആകുമ്പോ നിർത്തുമോ? ഇല്ല, അവര് നിർത്തില്ല. അത് കാരണം നമ്മളൊരു ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ടെസ്റ്റ് സെന്ററിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് തിരിച്ച് നമ്മൾ ടെസ്റ്റ് സെന്ററിൽ വരുന്നവരെയാണ് അത് ടെസ്റ്റിന്റെ ടൈം എന്ന് പറയുന്നത്. ചില പോർഷൻ അവർ സ്കിപ്പ് ചെയ്ത് കളയോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ഒരു റൂട്ട് അവർ എടുക്കും. അതിന്റെ എക്സ്ട്രാ ടൈം നമ്മൾ ചെയ്യേണ്ടി വന്നാൽ പോലും അവർ ആ റൂട്ട് കംപ്ലീറ്റ് ചെയ്യപ്പെടും. നമുക്കിപ്പോ ടെസ്റ്റിന് ഇന്ന സമയം എടുത്ത കുറച്ചുകൂടി നല്ല, അങ്ങനെയുണ്ട്. ചിലർ പറയും മോർണിംഗിൽ എടുത്താൽ നല്ലതായിരിക്കും. ബേസിക്കലി നമ്മളൊരു ടെസ്റ്റിന് എടുക്കുന്നത് നമ്മളുടെ ഇവിടുത്തെ കേസിനകത്ത് നമുക്ക് ബസ് ലൈൻ യൂസ് ചെയ്യാത്ത സമയം പ്രിഫർ ചെയ്യാറുണ്ട് ആളുകൾ. അതുപോലെ ഒത്തിരി കൺജസ്റ്റഡ് അല്ലാത്ത അല്ലെങ്കിൽ എന്താ പറയുക ട്രാഫിക് ഇല്ലാത്ത സമയം എടുക്കുന്നതായിരിക്കും പ്രിഫറബിൾ. വിന്ററിൽ ടെസ്റ്റുകൾ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. വിന്ററിൽ സേഫ് അല്ലാത്ത സമയങ്ങളാണെങ്കിൽ അവർ ടെസ്റ്റ് നടത്താറില്ല. അവർ ക്യാൻസൽ ചെയ്തിട്ട് വേറെ ഡേറ്റുകൾ കൊടുക്കാറുണ്ട്. നമുക്ക് ടെസ്റ്റിന് എല്ലാ ടെസ്റ്റിനും ഒരു പർട്ടിക്കുലർ റൂട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ നമുക്ക് ആ ടെസ്റ്റ് റൂട്ട് തന്നെ കുറേയൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് കുറച്ചുകൂടി ഈസി ആയിട്ട്. ടെസ്റ്റ് റൂട്ട് നമുക്ക് ഈസി ആയിരിക്കും അങ്ങനെ പഠിക്കുമ്പോൾ. പക്ഷേ നമ്മൾ റിയൽ ലൈഫിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടായിട്ട് വരും. കാരണം നമുക്ക് ടെസ്റ്റ്, അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ ടെസ്റ്റ് റൂട്ട് നേരത്തെ DVAയിൽ പബ്ലിഷ് ചെയ്യാറുണ്ട്. പക്ഷേ ഇപ്പോൾ അത് പബ്ലിഷ് ചെയ്യാറില്ല. അതിന് കാരണം ഇതാണ്. കാരണം ടെസ്റ്റ് റൂട്ടിലൂടെ തന്നെ ആളുകൾ ഓടിച്ച് പഠിപ്പിച്ചിട്ട് ആക്സിഡൻറ്റുകൾ കൂടുന്നു എന്ന് പറഞ്ഞിട്ട് അവർ ഒരു 3 വർഷം മുന്നേ അത് ഒഴിവാക്കിയത്. ഇപ്പോൾ ടെസ്റ്റ് റൂട്ടുകൾ പബ്ലിഷ് ചെയ്യാറില്ല. ഇപ്പോഴും നമ്മൾ യൂട്യൂബിലും അല്ലെങ്കിൽ എന്താ പറയുക ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് റൂട്ടുകളുണ്ട്. പക്ഷേ ആ ടെസ്റ്റ് റൂട്ടുകളിലൂടെ തന്നെയല്ല ഇപ്പോൾ ടെസ്റ്റ് നടക്കാറ്. അത് എക്സാമിനറിന്റെ ചോയ്സ് ആണ്. അത് അവർക്ക് ഉണ്ടോ ഇന്ന ടെസ്റ്റ്? ഓരോ ടെസ്റ്റ് ഏരിയകളിലും സാധാരണ ഇപ്പോൾ നമ്മുടെ ഇവിടെയുള്ള ടെസ്റ്റ് സെന്ററിൽ 10 ടെസ്റ്റ് റൂട്ടുകളുണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം ചൂസ് ചെയ്യണം. അത് റാൻഡമായിട്ട് വരാതെ ഏത് ടെസ്റ്റ് റൂട്ട് ചൂസ് ചെയ്യുന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മളിപ്പോൾ ഒരു ടെസ്റ്റ് അറ്റൻഡ് ചെയ്തു. അപ്പോൾ അവർ നമ്മളെ ഫെയിൽ ആക്കിന്ന് വയ്ക്കാം. നമുക്ക് അറിയാവുന്നത് മിസ്റ്റേക്ക് അല്ലെന്ന്. നമുക്ക് അങ്ങനെ അപ്പീലിന് പോവാം, അങ്ങനെ നമുക്ക് അപ്പീലിന് പോകാം. പക്ഷെ നമ്മൾ അപ്പീലിന് പോകുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അപ്പീൽ എപ്പോഴും കൺസിഡർ ചെയ്യുന്നത് കോടതിയിലാണ്, അല്ലാതെ DVSA അല്ല നമ്മളുടെ ഡ്രൈവിംഗ് ടെസ്റ്റിന്റെ അപ്പീലുകൾ കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ അത്
കംപ്ലീറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിസൾട്ട് വരാനായിട്ട് ചിലപ്പോൾ ഒരു 6 മാസമൊക്കെ ചിലപ്പോൾ താമസം എടുത്തിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയല്ല. അതുപോലെ നമ്മൾ അപ്പീൽ പോകുമ്പോൾ നമുക്ക് എവിഡൻസ് ഇല്ല അതിന്. നമ്മൾ ടെസ്റ്റ് ക്യാമറ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ വണ്ടിക്കകത്തൊരു ഡാഷ് ക്യാം ഉണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിലുള്ള വോയിസുകളൊന്നും റെക്കോർഡ് ചെയ്തിരുന്നു അവരുടെ ടെസ്റ്റ് എന്താ പറയുക അവരുടെ DVSAയുടെ തന്നെ വെബ്സൈറ്റിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊന്നും എവിഡൻസ് ആയിട്ട് കോടതി സ്വീകരിക്കില്ല. തന്നെയല്ല നമ്മൾക്ക് അറിയില്ലാത്ത ഒരാൾ ഒന്നും അറിയില്ലാത്ത ഒരാൾ എന്ന് ഞാൻ പറയില്ല, നമ്മൾ ഒരു ലേണർ നമ്മൾ കോടതിയിൽ പോയി അപ്പീൽ കൊടുത്താൽ പോലും അത് സക്സസ് ആയിക്കൊള്ളണമെന്ന് നിർബന്ധമില്ല. റൗണ്ട് അബൌട്ട് ലെഫ്റ്റ് എടുത്ത് പോവാം. അപ്പൊ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കുന്നതെന്ന് പറയാമോ? നമ്മൾ ചെല്ലുമ്പോൾ റോഡിലെ മാർക്കിംഗ് ശ്രദ്ധിക്കണമെന്ന്. ആരോ മാർക്ക് അതെ, നമ്മൾ ആ കറക്റ്റ് പൊസിഷനിലായിരിക്കണം. ഇപ്പോൾ നമ്മൾ പോകുമ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെ 3 ലൈൻ നമുക്ക് മാർക്കിംഗ് കാണാം. ഇതിനകത്ത് ലെഫ്റ്റിൽ ലൈൻ ഉണ്ട്. നമ്മൾ ലെഫ്റ്റിലെ ലൈനിൽ സ്പീഡ് കുറവാണ്. ഇനി റൈറ്റിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്നുള്ളത് നോക്കുക. വണ്ടി ഇല്ല എങ്കിൽ നമ്മളുടെ ഡയറക്ഷനിലേക്ക് വണ്ടി വരുന്നില്ല എങ്കിൽ നമുക്ക് പോവാം. അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇൻസൈഡിലൂടെ നമ്മുടെ ഡയറക്ഷനിലേക്ക് വണ്ടികൾ തിരിഞ്ഞ് വരുന്നുണ്ടോ എന്ന് നോക്കുക. അതില്ല എങ്കിൽ നമ്മൾ എടുത്ത് പോകുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ റൈറ്റിൽ നിന്ന് വണ്ടികൾ വരുന്നുണ്ട്, നമുക്ക് സേഫായിട്ട് പോകാൻ പറ്റില്ലെങ്കിൽ നമ്മൾ എത്ര നേരം വെയിറ്റ് ചെയ്യുന്നവർക്കും കുഴപ്പമൊന്നുമില്ല. പക്ഷേ നമുക്ക് ഒരു സാധാരണ രീതിയിൽ ക്രോസ് ചെയ്ത് പോകാനായിട്ടുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ നമുക്ക് ക്രോസ് ചെയ്ത് പോകാം. ഇതിൻ്റെ കൂടെ ഒരു ഡൗട്ടേ, ഇപ്പം നമ്മൾക്ക് ഒരു സ്പേസ് വന്നു, പക്ഷെ നമ്മൾ വിചാരിച്ചു അത് സേഫ് അല്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ വണ്ടി എടുത്തില്ല. അതൊരു മിസ്റ്റേക്ക് ആയിട്ട് അവർ കൂട്ടും. അത് നമ്മൾ മിസ്റ്റേക്ക് ആയിട്ട്, അതായത് അൺഡ്യൂ ഹെസിറ്റേഷൻ എന്ന് പറഞ്ഞ് ടെസ്റ്റിനകത്ത് വരാകുന്ന ഒരു കാര്യമാണത്. പക്ഷേ അതൊരു ലോങ് വെയിറ്റിംഗ്, നമ്മളൊരു 2 or 3 ചാൻസ് ഒക്കെ നമ്മൾ കളഞ്ഞ് പോകാൻ പറ്റാത്ത രീതിയിൽ അത്രയും നമ്മൾ സ്കെയർഡായിട്ട് നമ്മൾ എടുക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കാതിരുന്നാൽ മാത്രമേ അങ്ങനെ വരാറുള്ളൂ. അല്ലാതെ ഒരു ഗ്യാപ്പ് പോയി എന്നുള്ളതുകൊണ്ട് നമ്മളെ ഫെയിലാക്കിക്കൊള്ളുന്നില്ല. റൗണ്ട് ഔട്ട് പൊതുവെ എല്ലാവർക്കും കൺഫ്യൂസ്ഡ് ആവുന്ന ഒരു ഏരിയ ആണ്. അതിന് എപ്പോഴും ബെറ്റർ, ഞാനും പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ടഫ് പാർട്ട് എന്ന് പറഞ്ഞാൽ റൗണ്ട് അബൌട്ട് ആയിരുന്നു. എപ്പോഴും നല്ലത് ഒരു 3-4 ലെസൺ നമ്മളൊരു ഇൻസ്ട്രക്ടറുടെ കൂടെ പോയി നമ്മളത് മനസ്സിലാക്കിയിട്ട് നമ്മൾ വണ്ടി എടുക്കുകയാണെങ്കിൽ നമ്മൾ സേഫ് ആയിരിക്കും. ആക്സിഡൻറ്റ് ഉണ്ടായാൽ പിന്നെ നമ്മൾ ഒരിക്കലും നമ്മുടെ മനസ്സിന് മായാത്തൊരു കാര്യമാണത്. ഒരു ചെറിയ ആക്സിഡൻ്റ് ആണെങ്കിൽ കൂടി. അതുകൊണ്ട് എപ്പോഴും ബെറ്റർ നമ്മൾ വണ്ടി ഓടിക്കുന്നതിന് മുന്നേ, സ്വന്തമായിട്ട് ഓടിക്കുന്നതിന് മുന്നേ നമ്മൾ പോയിട്ട് കുറച്ചൊന്ന് പഠിച്ചതിന് ശേഷമായിരിക്കും. ഈ ഡ്യുവൽ കാരേജ് വേ കൂടെ ചേട്ടൻ പഠിപ്പിക്കുമ്പോൾ അതെങ്ങനെ ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നാറുണ്ടോ? ഡ്യുവൽ കാരേജ് സാധാരണ രീതിയിലുള്ള റോഡുകളെക്കാളും കുറച്ച് ഈസിയാണ് ഡ്യുവൽ കാരേജ്. കാരണം നമ്മൾ ആരെയും ബ്ലോക്ക് ചെയ്യുന്നില്ലല്ലോ. പക്ഷേ സ്പീഡ് പിക്ക് ചെയ്യാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. പേടിയായിരിക്കും ആളുകൾക്ക്. പൊതുവേ സ്കാരി ആയിട്ടുള്ള ഒരു രീതിയാണ്. കാരണം നമ്മൾ മാക്സിമം ചെയ്യുന്നത് 30 കിലോമീറ്റർ സ്പീഡ്, 40 കിലോമീറ്റർ സ്പീഡൊക്കെ നാട്ടിൽ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ വരുമ്പോൾ നമ്മൾ 70 മൈൽ സ്പീഡിലേക്ക് 100-110 കിലോമീറ്റർ സ്പീഡിലേക്കൊക്കെ പോകുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും അതിനകത്ത് റീച്ച് ചെയ്യാറുണ്ട് എല്ലാവരും. അതാണ് ടെസ്റ്റ് സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ അതിൽ ഓടിക്കാനായിട്ട് നമ്മൾ കേപ്പബിൾ ആയിരിക്കണം ടെസ്റ്റിന് പോകുന്നതിന് മുന്നേ. എല്ലാ പോർഷനും അവർ കവർ ചെയ്യും. ഡ്യുവൽ കാരേജ് വേയും കൺട്രി സൈഡ് എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. ഒന്നും നമ്മൾ അറിയാതെ നമ്മൾ ടെസ്റ്റിന് പോയാൽ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അത് എക്സാമിനർ നമുക്ക് കിട്ടുന്ന റൂട്ട് ഏതാണെന്ന് നമുക്കറിയില്ല. ടോട്ടൽ അപ്പോൾ 40 മിനിറ്റ്സ് അല്ലേ? 40 മിനിറ്റ്സ്. നിങ്ങളിങ്ങനെ പഠിപ്പിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് റൗണ്ട് അബൌട്ട് സെക്ഷൻ ആണോ കൂടുതൽ ക്ലാസ് പോകുന്നത്? നമുക്ക് റൗണ്ട് അബൌട്ട് ഒക്കെ നമ്മൾ സാധാരണ ജംഗ്ഷനും അതിൻ്റെ ആ സിസ്റ്റം എന്താണെന്ന് മനസ്സിലാക്കിയ ആളുകൾക്ക് ചെയ്യാനായിട്ട് വളരെ ഈസിയാണ്. പക്ഷേ ആ സിസ്റ്റം മനസ്സിലാക്കി എടുക്കുക എന്നുള്ളത് മാത്രം. ജനറൽ ഡ്രൈവിംഗ് ആണ് മൊത്തത്തിൽ നോക്കുന്നത്. ഇപ്പോൾ റൗണ്ട് അബൌട്ടുകൾ ചെയ്യണം, അതുപോലെയുള്ള ജംഗ്ഷൻസ് ചെയ്യണം. നമ്മളിപ്പോൾ ഒരു ദിവസം ഡ്രൈവ് ചെയ്യുമ്പോൾ എത്ര പ്രാവശ്യം നമ്മൾ റൗണ്ട് അബൌട്ടിനകത്ത് പോകുന്നുണ്ട്? നമ്മളൊരു 8-10 തവണ നമ്മൾ റൗണ്ട് ഔട്ടിൽ പോയിരിക്കും. അല്ലാത്ത മുഴുവൻ സമയം നമ്മൾ ജംഗ്ഷൻസ് ഡീൽ ചെയ്യുന്നത്. തന്നെയല്ല, UK ഏറ്റവും കൂടുതൽ ഫെയിൽ വരുന്നത് ജംഗ്ഷൻ ഡീൽ ചെയ്യുമ്പോഴാണ്. നമ്മുടെ ഇവിടെ ബേസിക് ജംഗ്ഷൻസിൻ്റെ ഡീലിങ്സിലാണ് സാധാരണ രീതിയിൽ ഫെയിലുകൾ കൂടുതൽ വരുന്നത്. ഇപ്പോൾ ചേട്ടൻ്റെ ഒപ്പീനിയനിൽ നാട്ടിൽ നിന്ന് പറഞ്ഞ ഒരാൾ ഇപ്പോൾ ഒരു 1-2 ക്ലാസ് ഇന്ത്യൻ ലൈസൻസ് ഉള്ള ഒരാൾ 1-2 ക്ലാസ് ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കൂടെ പോയി ഒന്ന് നോക്കിയിട്ട് കാർ എടുക്കുന്നതാണോ നല്ലത്, അതെയോ സ്ട്രെയിറ്റ് ത്രൂ എടുക്കാം? എപ്പോഴും ഞാനത് പ്രിഫർ ചെയ്യുള്ളൂ. കാരണം പ്രൊഫഷണലായിട്ട് അറിയാവുന്ന ഒരാളുടെ കൂട്ടത്തിൽ പോയതിന് ശേഷം അതെന്താണെന്ന് മനസ്സിലാക്കി നമുക്കറിയില്ലാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക. രണ്ടാമത് നമ്മളുടെ ഫ്രണ്ട്സൊക്കെ നമ്മൾ ഓടിക്കുമ്പോൾ സാധാരണ രീതിയിൽ പറ്റാറുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകളും ഓടിച്ച് പഠിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പൊ തന്നെ നമ്മൾ നാട്ടിലിങ്ങനെ സ്റ്റിയറിംഗ് ഒക്കെ തിരിക്കുമ്പോൾ ഇങ്ങനെ കറക്കി കൈ ഇങ്ങനെ കറക്കി പിടിച്ചൊക്കെ അങ്ങനെയൊക്കെ ചെയ്യണതിന് പ്രശ്നമുണ്ടോ? അത് നമ്മൾക്ക് സ്റ്റിയറിംഗ് നേരത്തെ നമുക്ക് ക്രോസ് ചെയ്യാടില്ലായിരുന്നു. അതും റീസെൻ്റ്ലി അത് മാറിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് കൈ ക്രോസ് ചെയ്തു എന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ സജസ്റ്റ് ചെയ്യുന്ന ഒരു കൈ കൊണ്ട് സ്റ്റിയർ ചെയ്യാതിരിക്കാണ്ട് നോക്കുക. അതുപോലെ ഒറ്റ കൈ കൊണ്ട് ഓടിക്കാതിരിക്കാണ്ട് ശ്രദ്ധിക്കുക. കാരണം നമ്മൾ ടെസ്റ്റിന് പോവുകയാണ്. അതൊരു ബാഡ് ഇംപ്രഷൻ. അതുകൊണ്ട് പ്രത്യേകിച്ച് അവരൊന്നും പറയില്ല എങ്കിൽ തന്നെയും അതൊരു ബാഡ് ഇംപ്രഷനിലേക്ക് എത്തുക. നമ്മളുടെ ആ ഒരു ഡ്രൈവിംഗ് സ്റ്റൈല് തന്നെ ഒരു ലേസി ഡ്രൈവിങ്ങിനകത്തേക്ക് മാറും. അതേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അല്ലാതെ അങ്ങനെ പ്രത്യേകിച്ച് ഇപ്പം നിലവിൽ ഒരു റെസ്ട്രിക്ഷൻസും സ്റ്റിയറിങ്ങിൻ്റെ കാര്യത്തിനകത്തില്ല. ഒരു കൈ കൊണ്ട് സ്റ്റിയർ ചെയ്യാണ്ട് മാക്സിമം ശ്രമിക്കുക.
മൊബൈൽ യൂസ് ചെയ്തിട്ട് ഡ്രൈവ് ചെയ്യാൻ പാടില്ല, അത് വലിയൊരു ഒഫൻസ് ആണ്. അതുകൂടെ ഇപ്പൊ മിക്ക കാറുകളിലും തന്നെ നമുക്ക് ഒരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് കണക്ട് ചെയ്യാലോ. അപ്പൊ അങ്ങനെ നമുക്ക് സംസാരിക്കാൻ അത് പ്രോബ്ലം ഉണ്ടോ, ഇഷ്യൂ ഉണ്ടോ? നമ്മൾ ഫോൺ യൂസ് ചെയ്യുന്നില്ല, കയ്യിൽ ഉപയോഗിക്കുന്നില്ല, പക്ഷെ നമ്മൾ സ്റ്റിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ശരിക്കും ഇപ്പൊ ലീഗൽ ആയിട്ടുള്ള റിക്വയർമെന്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഹാൻഡ് ഫ്രീ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാം വണ്ടികളിൽ. പക്ഷെ ഡയൽ ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻസ് ഒന്നും അതിനകത്ത് മൊബൈലിനകത്ത് ടച്ച് ചെയ്യാതിരുന്നാൽ മതി. കോൾ അറ്റൻഡ് ചെയ്യാം നമുക്ക്. അതുപോലെ ബ്ലൂടൂത്ത് ഡിവൈസ് ഉണ്ടെങ്കിൽ നമുക്ക് കോൾ അറ്റൻഡ് ചെയ്യാം. ഇനി അതല്ല വോയിസ് കണക്റ്റഡ് ആയിട്ടുള്ള വോയിസ് റെക്കഗ്നിഷൻ ഉള്ള ഫോണുകളുണ്ടല്ലോ, അതിനകത്ത് നമ്മൾ വോയിസ് റെക്കഗ്നിഷനകത്ത് നമ്മൾ ആൻസർ ചെയ്യാം. അങ്ങനെയുള്ള കണ്ടീഷൻസ് ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഒരു കാരണവശാലും മൊബൈൽ കൈകൊണ്ട് തൊടാനായിട്ട് നിൽക്കാതിരിക്കുക. നമ്മളുടെ ഇപ്പോഴത്തെ നിയമം അനുസരിച്ചിട്ട് മൊബൈൽ യൂസ് ചെയ്യല്ല, മൊബൈൽ കൈകൊണ്ട് തൊട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സീരിയസ് ഒഫൻസാണ്. 6 പോയിന്റ് ലൈസൻസിൽ വരുന്ന ഒരു ഒഫൻസാണ് ഇപ്പോൾ. മൊബൈൽ ടച്ച് ചെയ്താണ്, മൊബൈൽ നാവിഗേറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ സാധാരണ രീതിയിൽ എല്ലാവരും ചെയ്യുന്നതാണ്, ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അത് ചേഞ്ച് ചെയ്യാന്നുള്ളൊരു ഓപ്ഷൻ. അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളതൊരു ഡേഞ്ചറസ് ഡ്രൈവിങ്ങിൻ്റെ ഒരു ഒഫൻസിലേക്ക് പോയി 6 പോയിന്റ് മൊബൈൽ യൂസ് ചെയ്തതിന് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ലൈസൻസ് പോകാനായിട്ട് വളരെ എളുപ്പമുള്ളൊരു പരിപാടി. പ്രത്യേകിച്ച് പുതിയ ആളുകൾക്ക് 2 ഇയറിനുള്ളിൽ 6 പോയിന്റ് പോകാനായിട്ട് മൊബൈലൊന്ന് ടച്ച് ചെയ്താൽ മതി. അതുകൊണ്ട് വളരെ കെയർഫുൾ ആയിരിക്കണം. വളരെ സീരിയസ് ആയിട്ടുള്ള ഒഫൻസ് ആണത്. ഈ ഡ്രൈവിങ്ങിന്റെ ഓരോ സ്റ്റെപ്പുകൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ, അതായത് ഇപ്പൊ പെനാൽറ്റിനെ പറ്റിയോ അല്ലെങ്കിൽ ഇപ്പൊ റൗണ്ട് അബൌട്ട്സിനെ പറ്റിയോ അങ്ങനെ ഓരോരോ സെക്ഷൻ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് ജോൺസേട്ടൻ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആഡ് ചെയ്തേക്കാം. ജോൺസേട്ടൻ ഒത്തിരി താങ്ക് യു. കാരണം ചേട്ടൻ ഭയങ്കര ബിസി ഉള്ള ആളാണ്, ഓരോ മണിക്കൂറും വിലപ്പെട്ടതാണെന്ന് അറിയാം. എന്തായാലും ഇത്രയും നേരം ഞങ്ങൾക്ക് വീഡിയോയിൽ ഇത്രയും ഇൻഫർമേഷൻ ഷെയർ ചെയ്തതിന് ഒത്തിരി താങ്ക്സ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.